അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ അൽഫാമ. അത് നമ്മൾ 3 വെറൈറ്റി അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നിനുള്ള മസാല ആദ്യം സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരെണ്ണത്തിന് മസാല സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സബോള ഇട്ടെടുക്കും, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ബ്ലാക്ക് സാൾട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി, ഇത് മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണ, കുറച്ച് കടുകെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്കേ ഇതിലേക്ക് കുറച്ച് തന്തൂർ മസാല ഇട്ട് കൊടുക്കാം. ഈ തന്തൂർ മസാലയും ഈ മസ്റ്റാർഡ് ഓയിലും ഇല്ലേ, ഇതിന് രണ്ടിനും നല്ല മണമാണ് കേട്ടോ. ഇതാണ് അൽഫാമിൻ്റെ മണം, നമ്മൾ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കണ പോലെ. അപ്പോൾ നമ്മുടെ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇത് റെഡ് കളറിലാണ് കേട്ടോ. ഇത് ഒരു കോഴിക്കുള്ള മസാലയായി. ഇനി നമുക്ക് അടുത്തതിനുള്ളത് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലേവർ റെഡിയായി. ഇനി അടുത്ത ഫ്ലേവർ കേട്ടോ. നമ്മൾ ബ്ലൂ കളറിലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശംഖുപുഷ്പട്ടിട്ടുള്ള കളറാണ്. അതൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മുളക് കുറച്ച് അധികം വേണം. ഇഞ്ചിയുടെ, വെളുത്തുള്ളിയുടെ, ഇനി ഇതിലേക്ക് കുറച്ച് കടുകെണ്ണ, ഇനി നമ്മുടെ ബ്ലൂ കളറിൻ്റെ ശംഖുപുഷ്പം ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. നമ്മൾ അത് ഇട്ടു കൊടുക്കും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്കും കുറച്ച് തന്തൂർ മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഇതിൽ ബ്ലാക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം. അതിൽ ഒഴിച്ചെടുക്കാം. ശംഖുപുഷ്പട്ടുള്ള അൽഫാമിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ കളർ പച്ച കളറൊക്കെ ആയിക്കുണ്ടോ? നമുക്ക് നോക്കാം ഈ ചുടുമ്പോൾ ഇങ്ങനെ ഉണ്ട്. ഇനി അടുത്തൊരു മസാലയാണ്. കുറച്ച് സബോള ഇട്ടു, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇതാണ് മെയിൻ. നമ്മളിത് റോസ് കളറിലുള്ളതാണ് അടിക്കണം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇട്ട് അടിക്കുന്നത്. നമുക്കിത് എങ്ങനെ നോക്കാം. ഞാനും ആദ്യമായിട്ടാണ്. നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. ഇന്നും വെറൈറ്റി ഓരോ കളറിനല്ലേ, ഒരേപോലെ തന്നെ പച്ചയും ചുവപ്പും അതിനല്ലേ ഉള്ളൂ. നമുക്കൊരു വെറൈറ്റി ഉണ്ടാക്കി നോക്കാം. കുറച്ച് തന്തൂർ മസാല ഇട്ട് കൊടുക്കാം. കടുകെണ്ണ, ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഈ അൽഫാമിനെ നല്ല മണം കിട്ടാനും പിന്നെ കുറച്ച് ബ്ലാക്ക് സാൾട്ട് കേട്ടോ. ഈ അൽഫാമിന് നല്ല മണം കിട്ടാനേ കടുകെണ്ണ ഉപയോഗിക്കണം. നല്ല കേട്ടോ, നല്ല മണവും നല്ല ഫ്ലേവറും കടുകെണ്ണയുടെ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നമ്മുടെ ബീട്രൂട്ട് ഇട്ടുള്ളതും നല്ല അടിപൊളി കളറായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡ് കളറ് മുളക് പൊടിയിട്ടുള്ള മസാല, ഇത് നമ്മുടെ സ്പെഷ്യൽ ബീട്രൂട്ട് ഇട്ടുള്ള മസാല, ഇത് നമ്മുടെ ശംഖുപുഷ്പട്ടുള്ള മസാല. അപ്പോൾ നമുക്ക് 3ലേക്കും നമ്മുടെ വെട്ടി കഴുകി വെച്ച ചിക്കനിലിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല നല്ല നമുക്ക് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ റെഡ് കളർ റെഡി ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ശംഖുപുഷ്പട്ടുള്ള മസാല ഇടാം.
അപ്പോൾ ഇനി നമ്മുടെ ശംഖുപുഷ്പത്തിലുള്ളത് തേച്ചെടുക്കാം. നമ്മുടെ ഒരു ഗ്രീൻ മസാല കിട്ടും. എങ്കിൽ ഇത് ഫ്രൈ ആകുമ്പോൾ എന്ത് കളറാണോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഹരിയെ. ഇനി നമ്മുടെ അടുത്ത മസാല നമ്മുടെ ബീട്രൂട്ട് മസാല. നമ്മുടെ ബീട്രൂട്ട് മസാല ഇട്ടിട്ട് അതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ കാലം മറ്റേ കാലം ആയാലും മൂന്ന് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഒരു 3/4 മണിക്കൂർ ഇത് ഈ മസാലയിൽ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുപ്പ് എത്തിച്ച് തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജാബറ അടുപ്പ് റെഡി ആക്കി ഉണ്ട്. അപ്പോഴേക്കും ജാബറ ഇപ്പൊ കത്തുവോ? കത്തുണ്ട് ഇത്ര. ഈ അൽഫാം ഉണ്ടാക്കണേൽ ഏറ്റവും വലിയ പണി ഈ ചാർക്കോള് കത്തിച്ചുണ്ടാക്കല്. അടുപ്പ് കത്തിയിട്ടില്ല. അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടേ അരമണിക്കൂറായി ഇതുവരെ കത്തി പിടിച്ചിട്ടില്ലേ. ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഈ അൽഫാം കഴിക്കണ സുഖമില്ല അടുപ്പ് കത്തിക്കാൻ. നോക്കാം, കുറച്ചു നേരം കൂടി വീശി വീശി കത്തി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ ഏത് ഫ്ലേവർ അൽഫാം നമുക്ക് വെക്കുന്നുണ്ട്? റെഡ് ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് റെഡ് വെക്കാം. ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട്, ഇത് മുളക് പൊടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചുട്ടെടുക്കാം. കുറേ ചൂടിൽ ഇങ്ങനെ ഇരുന്നാവണം. അപ്പോൾ നമ്മുടെ 2 ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. 2 വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ശംഖുപുഷ്പം വെക്കാണ്ട് കേട്ടോ. അത് ഇതാവട്ടെ. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൽ ഒന്നും കൂടി മസാല വരട്ടെ. അപ്പോൾ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. കളർ ഉഷാറായി. നമുക്ക് കുറച്ച് ബട്ടർ വെച്ചെടുക്കാം. ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുള്ളതും കാശ്മീരി മുളക് പൊടി ഇട്ടതും, ഇത് നമ്മുടെ ബീട്രൂട്ടും. അപ്പോൾ 2 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ടെങ്കിൽ നമുക്ക് അടുത്ത് നമ്മുടെ ശംഖുപുഷ്പം വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ശംഖുപുഷ്പം കൂടി ഒന്ന് ഇട്ടെടുക്കാം. നമ്മുടെ ശംഖുപുഷ്പേ നമ്മുടെ ഒരു ഗ്രീൻ കളറാവണത്. മറ്റു 2 റെഡി ഉണ്ട്. ഈ ശംഖുപുഷ്പം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പവും റെഡിയായി.
ഓക്കെ, അപ്പോൾ നമ്മൾ 3 അൽഫാമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മൂന്ന് അൽഫാമും റെഡി ആയിട്ടുണ്ട്. ചുവപ്പ്, ബീട്രൂട്ട്, ശംഖുപുഷ്പം. മൂന്ന് നല്ല കാണുമ്പോൾ തന്നെ നല്ല ജ്യൂസിയാണ്. ഇത് ഈ എന്താ പറയുക, ഈ കളറിൻ്റെ കേട്ടോ, ഈ കളർ വന്നിരിക്കുന്നത് നല്ല ജ്യൂസി അൽഫാമാണ്. നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം പറയാം. അതിന് മുന്നേ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, 2-3 ആൾക്കാർ. അപ്പോൾ നമ്മൾ കുറച്ച് അവർക്കും നമുക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് കഴിക്കാം. അവരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവർക്ക് വരാൻ പറ്റിയില്ലേ, ഒന്ന് അൽഫാം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അവർ വരാറിഞ്ഞ. കത്തിരൊന്നും ആവശ്യമില്ല, നമ്മളിങ്ങനെ പൊട്ടിക്കാൻ തന്നെ ഉള്ളൂ. ഓക്കെ, ഇതാണ് മാറ്റി. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ജാബറിന് ഏതാണ്ട് ഇത് ബീട്രൂട്ട്, ഇത് ശംഖുപുഷ്പം, ഇത് മുളക് പൊടി ഇട്ട് ഏതാണ്ട് ഇത് ലെഗ് പീസണ ആയിക്കോട്ടെ അല്ലേ? ആ, എന്നാൽ കഴുകി. ബി ടി എസിനോ? ഇത് അപ്പോൾ ബി ടി എസ് ഇത് കഴിച്ചോ. അപ്പം ഇനി ഈ ഇതും കഴിച്ചോ, ബീട്രൂട്ട്. ഓക്കെ, ഞാനും ശംഖുപുഷ്പം തന്നെ കഴിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലേവറും കുരുമുളകൊക്കെ കണ്ട് കയറിയിട്ടേ കുറച്ച് മയോനൈസിൽ മുക്കിയിട്ട് കഴിച്ചോളൂ. അതുകൊണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്ക്. ഞങ്ങളിത് കഴിക്കട്ടെ. ഞങ്ങളുടെ ക്യാമറമാൻ്റെ കൺട്രോൾ പോയിട്ട് നടക്കുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടിയും അമർത്തുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോകൾ വരും. അപ്പോൾ നമുക്ക് കഴിച്ചോക്കട്ടെ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യുക. നിർബന്ധമായിട്ടും നല്ല അടിപൊളിയായിട്ട് കടുകണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക. കടുകണ്ണയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.